നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ 21 ചൊവ്വാഴ്ച കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. മാത്രമല്ല എത്ര ദിവസമായി സിനിമകൾ ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടങ്ങിയിട്ടെന്നും ഈ ദിവസങ്ങൾ കൊണ്ട് ടോട്ടൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമകൾ എത്രയാണ് നേടിയത് എന്ന വിവരങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം ഒക്ടോബർ 21 ഈ ചൊവ്വാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 63 ലക്ഷം രൂപയാണ്. നിലവിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിൽ അത്യാവശ്യം നല്ല കളക്ഷനുള്ള ചിത്രം പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ 6 ദിവസങ്ങൾ പൂർത്തിയാക്കിയ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം ഇതിനോടകം ഈ 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 5,55 ലക്ഷം രൂപയാണ്. വലിയൊരു വിജയത്തിലേക്കാണ് പെറ്റ് ഡിറ്റക്റ്റീവിന്റെ കളക്ഷൻ നോക്കുമ്പോൾ ഈ ചിത്രം നീങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഈ ചിത്രം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വലിയ രീതിയിലുള്ള പ്രേക്ഷകർ ഈ ചിത്രത്തെ നിലവിലെ സാഹചര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചൊവ്വാഴ്ച ഒക്ടോബർ 21 നേടിയത് ഏകദേശം 46 ലക്ഷം രൂപയാണ്. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ 20 ദിവസങ്ങൾ റണ്ണിംഗ് പൂർത്തിയാക്കിയ ഈ ചിത്രം ടോട്ടൽ നേടിയത് 52 കോടി 56 ലക്ഷം രൂപയാണ്. വളരെ വലിയൊരു വിജയം കാന്താര ചാപ്റ്റർ 1 എന്ന ചിത്രം ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒക്ടോബർ 21 ബൾട്ടി എന്ന ഷെയ്ൻ നിഗത്തിന്റെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏകദേശം 1,20,000 രൂപയാണ്. കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 26 ദിവസങ്ങൾ റണ്ണിംഗ് പൂർത്തിയാക്കിയ ഈ ചിത്രം ഇതുവരെ നേടിയത് 9 കോടി 28 ലക്ഷം രൂപയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത പെർഫോമൻസ് നിലവിലെ സാഹചര്യത്തിൽ ബൾട്ടി എന്ന ചിത്രം തിയേറ്ററിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വേണ്ടത്ര വിജയം നേടിയോ എന്നുള്ളത് സംശയമാണ്. ഡ്യൂഡ് എന്ന ചിത്രം ഒക്ടോബർ 21 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏകദേശം 27 ലക്ഷം രൂപയാണ്. പ്രദർശനം ആരംഭിച്ചിട്ട് ഇതിനോടകം 5 ദിവസം പൂർത്തിയാക്കിയ ഈ ചിത്രം ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 2 കോടി 65 ലക്ഷം രൂപയാണ്. ഒക്ടോബർ 21 ചൊവ്വാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പാതിരാത്രി എന്ന ചിത്രം സ്വന്തമാക്കിയത് ഏകദേശം 16,25,000 രൂപയാണ്. ഇതിനോടകം 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പൂർത്തിയാക്കിയ ഈ ചിത്രം 1 കോടി 57 ലക്ഷം രൂപയാണ് ടോട്ടൽ കളക്ഷനായി നേടിയത്. വളരെ നല്ലൊരു മികച്ച റിവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടും ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് അർഹിക്കുന്ന ഒരു ബോക്സ് ഓഫീസ് സ്റ്റോം ഈ ചിത്രത്തിന് ഇല്ലാത്തത് എന്ന് വ്യക്തിപരമായിട്ട് എന്നെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഒക്ടോബർ 21 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 4 ലക്ഷം രൂപയാണ്. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ 55 ദിവസങ്ങൾ റണ്ണിംഗ് പൂർത്തിയാക്കിയ ഈ ചിത്രം 55 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 121 കോടി 58 ലക്ഷം രൂപയാണ്. ഇതിനോടകം തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയം എല്ലാ ആസ്പെക്റ്റിലും മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമായി ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. എങ്കിലും 55 ദിവസങ്ങൾക്ക് ശേഷം കുഴപ്പമില്ലാത്ത 55 ദിവസങ്ങൾക്ക് ശേഷം 4 ലക്ഷം രൂപ കളക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. എന്തായാലും കുഴപ്പമില്ലാത്ത റണ്ണിങ് ഇപ്പോഴും ലോക എന്ന ചിത്രം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ OTT റിലീസിനെ കുറിച്ച് പല റൂമേഴ്സും ഉണ്ട്. അതൊന്നും യാഥാർത്ഥ്യമല്ല. ഒരു പക്ഷേ OTT റിലീസിനെ പറ്റിയുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റിനായി നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നു. രാവണപ്രഭു എന്ന റിലീസ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് ഒക്ടോബർ 21 ചൊവ്വാഴ്ച നേടിയത് ഏകദേശം 1.5 ലക്ഷം രൂപയാണ്. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ 12 ദിവസങ്ങൾ പൂർത്തിയാക്കിയ രാവണപ്രഭു എന്ന ചിത്രം 12 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 3.5 കോടി രൂപയാണ്. വലിയൊരു വിജയമായിരിക്കുന്നു ഈ റിലീസ് ചിത്രം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഒരു റിലീസ് ചിത്രത്തിന് 3.5 കോടി കളക്ഷൻ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അത് വലിയ അത്ഭുതങ്ങളിൽ ഒന്നും തന്നെയാണ്. എന്തായാലും 12 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3.5 കോടി രൂപ രാവണപ്രഭു എന്ന റിലീസ് ചിത്രം നേടിയിരിക്കുന്നു. ഓൾ ഓവർ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം നല്ലൊരു ഒക്യുപ്പൻസിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 20 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പൂർത്തിയാക്കിയ കാന്താര ചാപ്റ്റർ 1 എന്ന ചിത്രം ഇതിനോടകം തന്നെ 50 കോടി കേരള ബോക്സ് ഓഫീസിൽ പൂർത്തിയാക്കിയ ഈ ചിത്രം നിലവിൽ അത്യാവശ്യം കളക്ഷനുമായി മുന്നോട്ട് കേരള ബോക്സ് ഓഫീസിൽ കുതിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഡ്യൂഡ് എന്ന ചിത്രത്തിനും കുഴപ്പമില്ലാത്ത ഒരു പ്രേക്ഷകർ ഇപ്പോഴും നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഉണ്ട് എന്നും അതുപോലെ തന്നെ രാവണപ്രഭു, ലോക, ബൾട്ടി എന്ന ചിത്രങ്ങൾ കുഴപ്പമില്ല
ഇല്ലാത്ത ഒരു ലെവലിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും എന്തായാലും രാവണപ്രഭു എന്ന ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 1.5 ലക്ഷം രൂപ കളക്ഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഇത് റിലീസ് ചിത്രമാണ് എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും രാവണപ്രഭുവും ലോകയും ബൾട്ടയും ഒരേ ലെവൽ കളക്ഷനുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ മൂന്നിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷനിലെ കാര്യത്തിൽ മുന്നിലുള്ളത് ലോക എന്ന ചിത്രം തന്നെയാണ്. എന്തായാലും എന്താവും വരും ദിവസം കേരള ബോക്സ് ഓഫീസിൽ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏകദേശം 125 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ലോക കളക്ട് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ വെറും റൂമേഴ്സ് ആണ്, ഇതുവരെ ഉറപ്പാവാത്ത കാര്യമാണ്. ഒരു പക്ഷേ അടിച്ചേക്കാം, ഒരു പക്ഷേ അതിനുള്ള സാധ്യതകളും ഇല്ലാതില്ല. എന്തായാലും വരും ദിവസം എന്താണ് കേരള ബോക്സ് ഓഫീസിൽ സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടുമിക കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.